Welcome back to PhotoLooz. PhotoLoozന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 6000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 185ാമത്തെ വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. ഇത് ടെർമെക്സിൻ്റെ പാർട്ട് 2 ആണ്. ഒരുപാട് ആൾക്കാർ എന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളെന്ന് പറയുമ്പോൾ ഒരു 4-5 ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ അത് എന്തായാലും ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിൽ വേണം. പക്ഷേ ഇതിന് പല പാർട്ടുകളായിട്ടാണ് പോകുന്നത്, പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ടെർമെക്സിൽ എങ്ങനെ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ പൈത്തൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും പൈത്തൺ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പൈത്തൺ പഠിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ ഇല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. നമ്മളെ കയ്യിൽ ഏറ്റവും എളുപ്പത്തിലുള്ളതൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പൈത്തനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കാനും ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തേക്കാണ് കടക്കാൻ പോണത്. ഒത്തിരി അധികം കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടാകും. പക്ഷേ ഞാൻ വളരെ ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ബാക്കി നിങ്ങൾ പൈത്തനെ കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് പറയണത് പൈത്തൺ എങ്ങനെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, പൈത്തൺ വേറെ എന്തൊക്കെയാണ് ഇതിന് കൂടെ വേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം, ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം അത് എങ്ങനെ വർക്ക് ആകുന്നുണ്ടോ ഇല്ലേന്നൊക്കെ കാര്യം ഒന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ടെർമെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമെക്സ് നിങ്ങൾക്കറിയാം, വെൽക്കം ടു ടെർമെക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ടെർമെക്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ടെർമെക്സ് അല്ല കേട്ടോ. ഈ ഒരു ടെർമെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ടെർമെക്സ് ഡ്രോയിഡോ അങ്ങനെ ഏതെങ്കിലും ഒരു വേറെ ആപ്ലിക്കേഷനിൽ പോയി എടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ടെർമെക്സിൽ ഇപ്പോൾ അപ്ഡേറ്റുകളൊന്നും കിട്ടില്ല. അതുകൊണ്ട് കുറേ പാക്കേജസ് ഇതിൽ എന്താ പറയുക അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരുന്ന കീബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ഗൂഗിൾ കീബോർഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ കീബോർഡ് യൂസ് ചെയ്യുക. നേരെ മറിച്ച് മലയാളം മംഗ്ലീഷ് കീബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വർക്കാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കാര്യത്തിൽ കിടക്കുകയാണ്. നമ്മൾ ആദ്യം ഒന്ന് മൊത്തം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. PKG അപ്ഡേറ്റ് കൊടുക്കുകയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ നടക്കണം. നിങ്ങൾ അതിന് മുന്നേ ഇവിടെ നെറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഞാൻ ഓൾറെഡി ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിരിക്കണം കേട്ടോ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. 24 KB ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മളിപ്പോൾ 24 KB ആ ഒരു ചെറിയൊരു അപ്ഡേറ്റാണ്, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റൊക്കെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളെ നെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ SQLite പറഞ്ഞ സംഭവം ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സെർവർ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിക്കൊന്നും പോകണില്ല. ഇപ്പോൾ നമ്മൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് PKG ഇൻസ്റ്റാൾ. ഞാനിതിനെ മുന്നേ ഒരു പാർട്ട് 1 ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാലേ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ PKG എന്ന് പറയുമ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാൾ പൈത്തൺ. ഈ പൈത്തൺ നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ മുന്നേ ഇതിൽ ബോട്ടൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈത്തൺ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൈത്തൺ ഇന്ത്യയിൽ അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ യെസ് നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വൈ കൊടുത്ത് എൻ്റർ ചെയ്യണം. നമ്മൾ പൈത്തൺ 2 ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളോട് ഇങ്ങനെ പൈത്തൺ 2 ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. പ്രോസസ്സിംഗ് ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് അപ്പോൾ പൈത്തൺ 2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം വരുന്നത് പൈത്തൻ്റെ വേറെ മൊഡ്യൂളുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംഭവം എന്നുണ്ടെങ്കിൽ PKG ഇൻസ്റ്റാൾ MC. ഇത് നമ്മൾ ഒരു എഡിറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ MC ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി ഞാൻ ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. PKG ഇൻസ്റ്റാൾ MC ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം എഴുതാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ MC എഡിറ്റ്. ഈ MC എഡിറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആവും കൂടിയായിട്ട് ചെയ്യുക. MC എഡിറ്റ് നമ്മളിപ്പോൾ ഒരു hello.py എന്ന് നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഒരു hello.py എന്ന് പറഞ്ഞൊരു പൈത്തൺ ഫയൽ വരും. ഇനി നമ്മൾ പ്രിൻ്റ് ആ ഒരു കോഡ്, പൈത്തൻ്റെ ഒരു കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പ്രോഗ്രാം അറിയണവരാണെങ്കിൽ അത് നല്ലതാവും. ഞാൻ എന്തായാലും എനിക്കിൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പൈത്തൺ അടിച്ച് നോക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കുക പ്രിൻ്റ് ആവോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ ഈ സേവ് കൊടുത്തിട്ട് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആവും. ഇനി Alt Z അടിച്ച് കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ നമ്മൾ ഇനി പൈത്തൺ hello.py ആണ്ടാ പ്രിൻ്റായി, കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഹലോ എന്നിപ്പോൾ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു റൺ ചെയ്തപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഹലോ എന്ന് പ്രിൻ്റായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതുണ്ടെങ്കിൽ വേറൊരു പ്രോഗ്രാമും കൂടി ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഹലോ എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ പ്രിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം ഇപ്പോൾ ടെർമെക്സിൽ റൺ ചെയ്യൽ. ഏറ്റവും സിമ്പിളാണ് കേട്ടോ. പൈത്തനും സി ഒക്കെ ഇതുപോലെ ചെയ്യാനിപ്പോൾ പൈത്തണാണ് എടുത്തത്. ഇനി നമ്മൾ പുതിയൊരു ഫയൽ അല്ലെങ്കിൽ ഹലോ എന്നുള്ളതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, MC എഡിറ്റ് എടുത്തിട്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇതിങ്ങനെ താഴേക്ക് ആരോ കൊടുത്തിട്ട് ഇതിങ്ങനെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് A = ഇതൊക്കെ ഒരു കോഡാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കോഡാണ്. B = എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. B = 2. ഇനി C = A+B. ഇതിപ്പോൾ വേറെ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അടിക്കാനുണ്ടാവും. ഇപ്പോൾ നമുക്കതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് C കൊടുക്കുക. ഒന്ന് സേവ് ചെയ്ത് നോക്കാം, വരുന്നുണ്ടോ നോക്കാം. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആകുമെന്ന് അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പൈത്തൺ ഒന്നുകൂടി hello.py കറക്റ്റായിട്ട് വന്ന് 4 എങ്ങനെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നുമില്ല, ഇതിങ്ങനെ എടുക്കുക. ഞാനിവിടെ Aയിൽ 2 കൊടുത്ത്, Bയിൽ 2 കൊടുത്ത്, C എന്ന് പറഞ്ഞൊരു പുതിയ ഒരു വേരിയബിൾ എന്നിട്ട് പറയാം. അപ്പോൾ ഞാൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ അതേ പറഞ്ഞതാണ്, പൈത്തണെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പൈത്തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ചാനലുകൾ, സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നല്ല സൈറ്റൊക്കെ എടുക്കുക. അത് പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ടെർമെക്സ് മതി എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം നമുക്ക് ഇത് തന്നെ പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് റൺ ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് മൊഡ്യൂൾസ് ഇതിൽ സപ്പോർട്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അത് പൈത്തൺ എങ്ങനെ നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം, നമ്മളെ പൈത്തണിലുള്ള ഒരു ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ നമുക്ക് ഇതിൽ റൺ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവർക്കും ഉപകാരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. PhotoLooz.